വാളയാർ ആൾക്കൂട്ട കൊലക്കേസിൽ മുന്നോട്ടു പോകാൻ കഴിയാതെ പോലീസ്. ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ കൂടുതൽ പേർ മൊബൈലിൽ പകർത്തിയിരുന്നെങ്കിലും അവയൊന്നും ശേഖരിക്കാൻ പോലീസിനായില്ല. ആദ്യഘട്ടത്തിൽ 5 പേരെ കസ്റ്റഡിയിലെടുത്തിരുന്നെങ്കിലും പിന്നീടുള്ള അന്വേഷണം മന്ദഗതിയിലായി. ഇതോടെ കുറ്റകൃത്യത്തിൽ പങ്കുള്ള മറ്റു പ്രതികൾ നാടുവിട്ടു. റിമാൻഡിലുള്ള 5 പ്രതികളെയും കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയാണ് അന്വേഷണ സംഘം. ഗോകുൽ VS വിശദാംശങ്ങളുമായി ചേരുന്നു. ഗോകുൽ, എന്താണ് ഇത്തരത്തിൽ പോലീസിനെ കണ്ടെത്താൻ കഴിയാത്ത വിധത്തിൽ ഒരു തടസ്സം നേരിടുന്നത്? എന്താണ് കാരണം? എന്താണ്? അതായത് ഈ കേസിന്റെ നമ്മൾ ആദ്യഘട്ടം പരിശോധിക്കുകയാണെങ്കിൽ ആദ്യഘട്ടത്തിൽ വളരെ പെട്ടെന്ന് പോലീസ് മുന്നോട്ട് പോവുകയും 24 മണിക്കൂറിനുള്ളിൽ 5 പേരെ കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തുകയൊക്കെ ചെയ്തു. പക്ഷെ പിന്നീട് ആ ഒരു നേരെ പോക്കും ഉണ്ടായില്ല എന്നുള്ളതാണ്. പിന്നീട് ആ വേഗത കുറഞ്ഞു. പിന്നീട് അറസ്റ്റിന് കാലതാമസം വന്നു. ഇതിനിടയിൽ പലരെയും പോലീസ് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ച് അവരെ വിട്ടയച്ചു. പക്ഷെ പലരും അവർ ഈ കേസിൽ പ്രതികളായിരുന്നു, അല്ലെങ്കിൽ അവർക്ക് ഈ കേസിൽ നേരിട്ട് ബന്ധമുണ്ടായിരുന്നു എന്നുള്ള വിവരങ്ങൾ പിന്നീടാണ് പോലീസിന് പലപ്പോഴും ലഭിച്ചത്. ആദ്യഘട്ടത്തിലൊന്നും തന്നെ ഇവരുടെ മൊബൈലുകൾ ശേഖരിക്കാനോ ദൃശ്യങ്ങൾ കളക്ട് ചെയ്യാനോ പോലീസിന് കഴിഞ്ഞില്ല എന്നുള്ളതും മനസ്സിലാകുന്നുണ്ട്. അങ്ങനെ ഒരു പ്രശ്നം പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കഴിഞ്ഞ ദിവസം ഈ കേസിന്റെ അവലോകനം പാലക്കാട് SP ഓഫീസിൽ വെച്ച് ചേരുകയും ഉണ്ടായിരുന്നു. ഇതിൽ പ്രധാനമായി ഇപ്പോൾ നിലനിൽക്കുന്നത് 5 പേരെ മാത്രമാണ് കസ്റ്റഡിയിലെടുക്കാൻ കഴിഞ്ഞത്. ഒരുപക്ഷെ കൂടുതൽ അറസ്റ്റുകൾ ഇന്നുണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. പക്ഷേ ഇതിനിടയിൽ ഏകദേശം ഒരാഴ്ച സമയത്തോളം പല പ്രതികളും ഒളിവിൽ പോയി. ചിലർ തമിഴ്നാട്ടിലേക്ക് അടക്കം കടന്നു എന്നുള്ള സൂചനകൾ കൂടിയുണ്ട്. ഏതായാലും അവരെ കണ്ടെത്താനുള്ള ശ്രമം കൂടി SIT ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ശരി.